എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഗീത ഇടമറുക് എഴുതിയ സന്ദേശമാണ്. അത് വായിക്കുക എന്നുള്ളതാണ്. അവർ ഇപ്പോൾ സ്വീഡനിലാണ്. വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ജോസഫ് ഇടമറുകിൻ്റെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ ഓർക്കാൻ എന്നെ ക്ഷണിച്ച നാസ്തിക് നേഷനോട് ഹൃദയം നിറഞ്ഞ നന്ദി. പലർക്കും അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നു, ഒരു എഴുത്തുകാരൻ, പ്രഭാഷകൻ, സാമൂഹിക ചിന്തകൻ. എനിക്ക് അദ്ദേഹം ഇതെല്ലാം ആയിരുന്നു. പക്ഷേ അതിലുമേറെ അദ്ദേഹം എൻ്റെ അപ്പാജിയായിരുന്നു. സത്യം അന്വേഷിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഭയമില്ലാതെ ചിന്തിക്കാനും മനുഷ്യൻ പഠിക്കണം എന്ന വിശ്വാസം അദ്ദേഹം ജീവിതം കൊണ്ട് തെളിയിച്ചു. വീട്ടിലും അദ്ദേഹം അതേ മനുഷ്യൻ തന്നെയായിരുന്നു. വേദിയിലെ പ്രഭാഷകനും ഇടവഴിയിലൂടെ കൈപിടിച്ചു നടക്കുന്ന അച്ഛനും ഒരേ ആളായിരുന്നു. വായന, ചർച്ച, ചിന്ത ഇവ ആ വീട്ടിൽ ജീവിതത്തിൻ്റെ ശ്വാസം പോലെ ഉണ്ടായിരുന്നു. കുട്ടികളായ ഞങ്ങളോട് പോലും അദ്ദേഹം സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിച്ചു, ഒരിക്കലും ഉത്തരം അടിച്ചേൽപ്പിക്കാതെ. അദ്ദേഹത്തിൻ്റെ ജീവിതം അന്ധവിശ്വാസങ്ങൾക്കെതിരായ ഒരു നിശബ്ദ സമരമായിരുന്നു. മലയാളത്തിൽ സാധാരണ മനുഷ്യരുടെ ഭാഷയിൽ യുക്തിചിന്തയെ അദ്ദേഹം ജനജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ശാസ്ത്രബോധവും വിമർശനാത്മക ചിന്തയും ഇല്ലെങ്കിൽ ഒരു സമൂഹത്തിനും മുന്നോട്ട് പോകാനാവില്ല എന്ന് അദ്ദേഹം ആഴമായി വിശ്വസിച്ചു. ഇന്ന് ലോകം ഏറ്റവും വേഗത്തിൽ മാറുകയാണ്. വിവരങ്ങളുടെ കടൽ ഉണ്ട്. പക്ഷേ ആ കടലിൽ തെറ്റായ വിവരങ്ങളും ഭയവും വിഭജനവും ഒഴുകുന്നു. ഇത്തരമൊരു കാലത്ത് സത്യം അന്വേഷിക്കാനുള്ള ധൈര്യം, സ്വതന്ത്ര ചിന്ത, മനുഷ്യസ്നേഹം ഇവ ഒരു ആഭരണമല്ല, ഒരു ആവശ്യകതയാണ്. അതാണ് അപ്പാജി ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സ്വത്ത്. എൻ്റെ ബാല്യത്തിൽ ഗ്രാമറും സ്പെല്ലിങ്ങും വളരെ ബുദ്ധിമുട്ടുള്ള കടമ്പകളായിരുന്നു. പഠനത്തിൽ ആത്മവിശ്വാസം ഉലഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം നിമിഷങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഹൃദയത്തിലുണ്ട്. കഴിവ് മാർക്കുകളാലോ സ്പെല്ലിങ്ങാലോ മാത്രം അളക്കാനാവില്ല. ആ വാക്കുകൾ ഒരു ജ്വലിക്കുന്ന വിളക്ക് പോലെ ഉള്ളിൽ നിന്നു. ആ ആത്മവിശ്വാസമാണ് പിൽക്കാലത്ത് എഴുത്തിലേക്കും ലോകത്തിലേക്കും ധൈര്യത്തോടെ ഇറങ്ങി നടക്കാൻ എന്നെ കരുത്തു നൽകിയത്. പിന്നീട് ഐക്യരാഷ്ട്രസഭയ്ക്കും യൂറോപ്യൻ യൂണിയനും വേണ്ടി ഒരു അന്തർദേശീയ കൺസൾട്ടൻ്റായി ജോലി ചെയ്ത ഞാൻ ഒരു ചെറിയ വാക്കുകളിൽ നിന്ന് ജനിച്ചതാണ്. ആ ആത്മവിശ്വാസം തന്നത് അപ്പാജി മാത്രമല്ല, അമ്മാജിയും ആ ഒരേ ധൈര്യത്തിൻ്റെ പകുതിയായിരുന്നു. ബുദ്ധിമുട്ടുകൾ ഒരിക്കലും അന്തിമവിധിയല്ല, കടന്നു പോകാവുന്ന ഒരു വഴിത്തിരിവാണ്. ഇത് അവർ ഞങ്ങൾക്ക് ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. ഇന്ന് ഓർക്കുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ ഇടയ്ക്കിടെ ഉയർന്നു വരാറുണ്ട്. ഒരേ കഴിവും ബൗദ്ധിക ആഴവും ഉണ്ടായിരുന്ന സോളി ഇടമറുക്, ജോസഫ് ഇടമറുക് ദമ്പതികളിൽ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർക്ക് അവസരങ്ങൾ കൂടുതൽ ഇടുങ്ങിയതായിരുന്നോ? ഒരു പുരോഗമന കുടുംബം ആണെങ്കിൽ പോലും ഗൃഹഭരണത്തിൻ്റെ ഭാരം കൂടുതലായും സ്ത്രീ ചുമലിൽ വീഴും. അത് അക്കാലത്തിൻ്റെ മാത്രമല്ല, ഇക്കാലത്തിൻ്റെ കൂടി യാഥാർത്ഥ്യമാണ്. ഈ കാര്യത്തിൽ ഞാൻ ഇടയ്ക്ക് അപ്പാജിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണ കുടുംബത്തേക്കാൾ ഏറെ സ്വാതന്ത്ര്യം ഞങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യത്തിനൊപ്പം സമത്വം ഉണ്ടായിരുന്നോ? ഇന്ന് ഞാൻ ആ ചോദ്യം ഉറക്കെ ചോദിക്കുന്നത് അദ്ദേഹം തന്നെ പഠിപ്പിച്ച ചിന്ത കൊണ്ടാണ്. ബാല്യകാലത്ത് എനിക്ക് ആസ്മയുണ്ടായിരുന്നു. ഇടയ്ക്ക് ശ്വാസതടസ്സം, ഉറക്കം ബുദ്ധിമുട്ടായ രാത്രികൾ. ആ കാലങ്ങളിൽ ഞാൻ ഉറങ്ങിയിരുന്നത് അപ്പാജിയുടെ എഴുത്ത് ചായ്പിൻ്റെ മൂലയ്ക്കുള്ള ഒരു ചെറിയ കിടക്കയിൽ. രാത്രി ഉടനീളം അദ്ദേഹം എഴുതും. ഇടയ്ക്ക് ഉയരമുള്ള ഷെൽഫുകൾ പതുക്കെ മടക്കി വയ്ക്കും, പുസ്തകങ്ങൾ അടുക്കും. ആ ചെറിയ ശരീരം, ആ ഇരുണ്ട ഓഫീസ് ആ അക്ഷരങ്ങളിൽ മുഴുകിയിരുന്നു. ശ്വാസം മുട്ടുന്ന നിമിഷങ്ങളിൽ അദ്ദേഹം എഴുത്ത് നിർത്തും. ഒരു വാക്കും ഉരിയാടാതെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കും. ആ ചെറിയ കൈകൾ എന്നെ ഉയർത്തി ആ താടിക്കടിയിൽ ചേർത്ത് വയ്ക്കും. അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് ചെവിയോട് ചേർന്ന് അനുഭവിക്കുമ്പോൾ ശ്വാസം തെളിഞ്ഞു വരും. പിന്നെ അദ്ദേഹം വീണ്ടും എഴുത്തിലേക്ക് മടങ്ങും. ഇടയ്ക്ക് ഒരു ചെറിയ ഉറക്കം,
പിന്നെ വീണ്ടും തൂലിക. ആ ഓർമ്മ ഇന്നും ഒരു ചൂടോടെ നെഞ്ചിൽ ഇരിക്കുന്നു. ഒരു ദേശീയ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മൃദുവായ മുഖം. പകൽ മുഴുവൻ മലയാള മനോരമ ഓഫീസിൽ എഡിറ്റോറിയൽ ജോലിയിൽ തളർന്നു വന്നിട്ടും രാത്രി ആ എഴുത്തുചായ്പിൽ തൻ്റെ പുസ്തകശാലയ്ക്കും ശ്വാസം മുട്ടുന്ന കുഞ്ഞിനും കൂട്ടായി അദ്ദേഹം ഉണർന്നിരുന്നു. രാവിലെ ചില ദിവസങ്ങളിൽ അദ്ദേഹം എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകും. ഇടവഴിയിലൂടെ നടക്കുമ്പോൾ കാട്ടുമരങ്ങളെക്കുറിച്ചും ചെറു ചെടികളെക്കുറിച്ചും പറഞ്ഞു തരും. പാതവരമ്പിൽ എത്തുമ്പോൾ കേരളത്തിലെ നെൽകൃഷിയും കർഷക ജീവിതവുമാകും ചർച്ച. CMS സെമിത്തേരിയുടെ അരികിലൂടെ നടക്കുമ്പോൾ ശവന്നാറി പൂക്കളുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് പറയും. അങ്ങ് മെയിൻ റോഡിൽ പപ്പായുടെ ബേക്കറിയുടെ മുന്നിലെത്തുമ്പോഴേക്കും ആ മധുരഗന്ധത്തോടൊപ്പം ബേക്കറി സംസ്കാരത്തിൻ്റെ ചരിത്രം കൂടി പറഞ്ഞു തരും. ഒരു ചെറിയ ഇടവഴി, ഒരു ലോകം. ആ നടത്തങ്ങൾ ഒരു വിദ്യാലയമായിരുന്നു. ഒരു ക്ലാസ് മുറിയിലല്ലാത്ത നടക്കുന്ന ക്ലാസ് മുറി. കൗമാരകാലം വേറൊരു വഴി തിരിഞ്ഞു. അറസ്റ്റുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചൂടുപിടിച്ച അത്താഴമേശകൾ. സഹോദരൻ സനൽ അണ്ണൻ്റെയും എൻ്റെയും അഭിപ്രായങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റേതുമായി ഏറ്റുമുട്ടി. ഒരു മിശ്രവിവാഹ കുടുംബത്തിൽ ജനിച്ചു. ജാതിമത ആചാരങ്ങളിൽ നിന്ന് മുക്തമായി വളർന്നു. അപ്പാജിയുടെ നക്സൽ കേസ് ഉണ്ട്. ഇതെല്ലാം ചേർന്ന് വിവാഹ അന്വേഷണങ്ങൾ ഓരോന്നോരോന്നോ ഒഴിഞ്ഞു പോകുന്ന ഒരു കാലമുണ്ടായി. ജീവിതത്തിൽ ഒടുവിൽ ഒരുവൾ സ്വന്തം വഴി തന്നെ കണ്ടെത്തണം. ആ തിരിച്ചറിവ് ആ നാളുകൾ നൽകി. പക്ഷേ ആ ഏറ്റുമുട്ടലുകൾ ഒരിക്കലും ഞങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ ഒടുക്കിയില്ല. കാരണം ആ ചർച്ചകളിൽ ഞങ്ങൾ ഉപയോഗിച്ചത് അദ്ദേഹം തന്നെ ഞങ്ങൾക്ക് തന്ന ആയുധമായിരുന്നു, ചിന്ത. പിൽക്കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ലോകം ചുറ്റി. വടക്കേ ഇന്ത്യയിലെ ചമ്പൽക്കാടുകളിലൂടെ, അസമിലെ ബോഡോ ജനതയുടെ പ്രതിഷേധങ്ങൾക്കിടയിലൂടെ, എയ്ഡ്സ് ബാധിതമായ ഉഗാണ്ടയിലെ വിക്ടോറിയ തടാക തീരത്തിലൂടെ. ഓരോ യാത്രയും ഞങ്ങൾ തമ്മിലൊരു ജീവിക്കുന്ന സംഭാഷണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലോകദർശനവും എൻ്റെ ജോലിയും ഒഴുകിച്ചേർന്ന ഒരു നദി. ആ യാത്രകൾ ഓർക്കുമ്പോൾ കൂടെയുള്ള മനുഷ്യർ ഒരു പത്രപ്രവർത്തകനായിരുന്നു എന്നതിനേക്കാൾ ഒരു ജിജ്ഞാസ ഉള്ള ഒരു ആത്മബന്ധമായിരുന്നു എന്ന് തോന്നും. ഒരു പുരോഗമന കുടുംബത്തിൽ മക്കളുണ്ടാവുക എന്നത് ലളിതമല്ല. കൂടുതൽ ചോദ്യങ്ങൾ, കൂടുതൽ ചർച്ചകൾ, ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വാദങ്ങൾ. അദ്ദേഹം ഒരിക്കലും ഇത് ഇങ്ങനെയാകണം എന്ന് നിർബന്ധിച്ചില്ല. നിനക്ക് എന്തു തോന്നുന്നു? ആ ചോദ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ ആയുധം. ഏത് രാത്രിയായാലും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അദ്ദേഹം ഇരുന്ന് സഹായിക്കും. ജീവിതാവസാനം വരെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായി, ഒരു ചിന്തകനായി, ഒരു പുസ്തക മനുഷ്യനായി ജീവിക്കാൻ കഴിഞ്ഞത് ആ ജീവിതം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആഴമുള്ള കൃതിയായിരുന്നു. അറിവിനോടും ആ അറിവ് എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്ന തുറന്ന ഹൃദയത്തോടും ജീവിച്ച ആ മനുഷ്യൻ അങ്ങനെയായിരുന്നു അപ്പാജി. അങ്ങനെ തന്നെ ഓർക്കപ്പെടുന്നു. ഇതാണ് മകൾ അച്ഛനെക്കുറിച്ച് ഓർക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഞാൻ വായിച്ചിരിക്കുന്നത്. ഇത് 100% സത്യവുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം തിരുവനന്തപുരം ടൗണിലൂടെ നടന്നപ്പോഴുണ്ടായ അനുഭവങ്ങളും എനിക്കുണ്ട്. അതായത് ഇവിടെ പല മരങ്ങളും, എല്ലാവരും മരത്തണലിലൂടെയും മരം ഉള്ളിടത്ത് റോഡിലൂടെ ഇറങ്ങി നടന്നു പോകും. പക്ഷേ അദ്ദേഹം ആ മരങ്ങൾ അതെവിടെ നിന്ന് വന്നു, അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം എന്താണ്, അത് ഏത് കാലഘട്ടത്തിൽ, അത് ഉൾപ്പെടെ അദ്ദേഹത്തിന് കാണാപ്പാടമാണ്. ഇപ്പോൾ തന്നെ ഡൽഹിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്. അതിനകത്ത് ഡൽഹിയിൽ ഇന്ന് കാണുന്ന മരങ്ങളെന്നും ഡൽഹി ഉള്ള പഴയ കാലത്തുള്ള മരങ്ങളല്ല, ഇതെല്ലാം മുഗളന്മാരുമൊക്കെ കൊണ്ടുവന്ന് വച്ചു പിടിപ്പിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഈ നഗരത്തിൽ നിൽക്കുന്ന മരങ്ങൾ, അതായത് നമ്മുടെ തലസ്ഥാനം, ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ നിൽക്കുന്ന മരങ്ങൾ ഒരുപക്ഷെ ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ആരവല്ലി കുന്നുകളിൽ പോയി റിസർച്ച് ചെയ്താലേ പറ്റൂ എന്നുകൂടി അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. അത്രത്തോളം ശാസ്ത്രബോധം, അത് നിസ്സാര കാര്യമല്ല. ശാസ്ത്രം പഠിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ ശാസ്ത്രബോധം, ചരിത്രബോധം ഇതൊക്കെ ഉണ്ടാകും. ഭാഷാപരമായ മികവ് അത് ഭയങ്കര പ്രത്യേകതയാണ്. ഒരക്ഷരം തിരി, ഇപ്പം നമ്മളെല്ലാവരും ഇന്ത്യ രണ്ടും എഴുതും. ഇന്ത്യ തെറ്റാണ്, ഇന്ത്യ എന്ന് തന്നെ എഴുതണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യ എന്ന് എഴുതിയാൽ ഇന്ത്യ എന്നേ വായിക്കാൻ പറ്റൂ. പന്തം, കുന്തം അങ്ങനെ എഴുതുന്നതാണ് ഇന്ത. അപ്പോൾ ഇന്ത്യ എന്ന് നമ്മൾ വായിക്കണം. യഥാർത്ഥത്തിൽ എഴുതേണ്ട ഇന്ത്യ. അദ്ദേഹം തന്നെ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭാഷാപരമായ മികവ് അദ്ദേഹം എഴുതിയതിനകത്തൊന്നും ഈ
പ്രസ്സിലുള്ള തെറ്റ് വരുമെങ്കിലേ ഉള്ളൂ, അല്ലാതുള്ള തെറ്റുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുമ്പോഴും അത്രത്തോളം സ്ഫുടമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഒരിക്കൽ ഉണ്ടായ ഒരു അനുഭവം കൂടെ പറയാം. ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഇടമറുക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, കറണ്ടങ്ങ് പോയി, ലൈറ്റും ഇല്ല, ഇരുട്ടായി. അങ്ങനെ ആരോ ഒരാൾ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ, നിങ്ങൾ കുറച്ചുകൂടി അടുത്ത് നിൽക്കാമെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ്, കറണ്ട് പോയതൊന്നും ബാധകമല്ല, കയ്യിൽ ഇങ്ങനെ മെഴുകുതിരിയും പിടിച്ച് ഇങ്ങനെ ചെന്നിന്ന് പറയുക. മെഴുകുതിരി ഉരുകി കയ്യിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. പുള്ളി അതൊന്നും അറിയുന്നേ ഇല്ല, പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുക. അതാണ് ഇടമറുക്. അത് എല്ലാവർക്കും പറ്റത്തില്ല. ഇന്ന് ഇപ്പം നവയുക്തിവാദികൾ എന്ന് പറയുന്ന അതിൻ്റെ 4 അയലത്ത് എത്തുന്നവരേ അല്ല ഇടമറുകുമായി തട്ടിച്ചു നോക്കുമ്പോൾ. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്. അതൊരു വലിയ ഒരു സർവകലാശാലയായിരുന്നു. ഒരു സർവകലാശാലയല്ല, ഒരുപാട് സർവകലാശാലകൾ. അദ്ദേഹത്തിൻ്റെ ലൈബ്രറി ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അത്ഭുതപ്പെട്ടു പോകും. എത്ര പുരാതനമായ പുസ്തകങ്ങളാണ് ഇങ്ങനെ കൊണ്ടുവന്ന് അടുക്കി വെച്ചേക്കുന്നതെന്നറിയാം. നമ്മളൊന്നും അതിൻ്റെ ഒരു അയലത്തൂടെ പോലും പോയിട്ടില്ല. കിട്ടുന്ന ശമ്പളം മുഴുവൻ പുസ്തകം വാങ്ങിച്ച്, വീട്ടിൽ അരി മേടിക്കാൻ പൈസ ഇല്ലെങ്കിലും പുസ്തകം വാങ്ങിക്കാൻ ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു. ആ അറിവായിരുന്നു അദ്ദേഹം പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും. ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മ ഞാൻ ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട്, എനിക്കിതിന് അവസരം തന്ന നാസ്തിക് നേഷന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു.